ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മളെ ഇൻവിസിബിളായിട്ട് കൺട്രോൾ ചെയ്യുന്ന ചില എക്സ്റ്റേണൽ ഫോഴ്സസിനെ പറ്റിയിട്ട്. പാരൻസ്, സൊസൈറ്റി, ഫ്രണ്ട്സ് ആൻഡ് സോഷ്യൽ മീഡിയ. ആൻഡ് ഈ ഫോഴ്സസ് കാരണം നമുക്ക് നഷ്ടമാവുന്ന ഒരു മെയിൻ സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഐഡൻറ്റിറ്റി. നമ്മൾ ശരിക്കും ആരാണെന്ന് നമുക്ക് തന്നെ അറിയാതാവും. സോ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സസിനെയൊക്കെ ഒന്നങ്ങോട്ട് മാറ്റിയാൽ അവിടെ ഒരു ടോട്ടൽ സൈലൻസ് രൂപപ്പെടും. ആ സൈലൻസിനാണ് നിങ്ങൾ തേടുന്ന ഉത്തരം. ഹൂ ആം ഐ റിയലി? മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതല്ല, ദ റിയൽ വൺ. ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ദെൻ നിങ്ങളുടെ ലൈഫ് മറ്റാരുടെയൊക്കെയോ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ദിസ് ഈസ് എപ്പിസോഡ് 3 ഓഫ് ലൈഫ് റീസെറ്റ് സീരീസ്. ആളുകൾ ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് എന്താണെന്നറിയോ? വർഷങ്ങളോളം ലൈഫിലെ തൻ്റെ പർപ്പസ് എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കും, പക്ഷേ സ്വന്തം ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കില്ല. അതായത് ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് എന്ന് വിചാരിക്കാം. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാം, ബട്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയില്ല. ഡെസ്റ്റിനേഷൻ അറിയാം, ബട്ട് കറൻറ്റ് ലൊക്കേഷൻ അറിയില്ല. സോ ആദ്യം വേണ്ടത് ഐഡൻറ്റിറ്റിയാണ്. പേർപ്പസ് രണ്ടാമത് വരുന്നതാണ്. ശരിക്കും എല്ലാത്തിനും ഉത്തരം അറിയുന്ന ആളുകളല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. പകരം തന്നെപ്പറ്റി സ്വയം നന്നായിട്ട് അറിയാം. ദേ ആർ ദ വൺസ് ഹു നോ ദംസെൽവ്സ്. ബിക്കോസ് സ്വയം മനസ്സിലാക്കിയാൽ പിന്നെ ലൈഫ് കുറച്ചുകൂടി സിമ്പിളാവും. ഈസിയാണ് എന്നല്ല, ബട്ട് സിമ്പിളായിരിക്കും. സോ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ കാണാൻ പോവാണ്, പരിചയപ്പെടാൻ പോവാണ്. വേറെ ആരുമല്ല, നിങ്ങളെ തന്നെ. സോ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ വാല്യൂസാണ്. ഇമാജിൻ ഒരാൾ നിങ്ങൾക്ക് സക്സസ്, പൈസ, റെക്കഗ്നിഷൻ, ലക്ഷറി ഇതെല്ലാം ഓഫർ ചെയ്യാണ്. പക്ഷേ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരാളായി തീരണം. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ആളായിട്ട് തീരണം. നിങ്ങൾ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യോ അതോ റിജക്റ്റ് ചെയ്യോ? നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ വാല്യൂസിനെ റിവീൽ ചെയ്യും. വാല്യൂസ് അഥവാ മൂല്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ലൈക്ക് ഫ്രീഡം, സെക്യൂരിറ്റി, ക്രിയേറ്റിവിറ്റി, ഫാമിലി, അഡ്വഞ്ചർ, സമാധാനം, അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. ഇപ്പോൾ എൻ്റെ വാല്യൂസ് പറയുകയാണെങ്കിൽ ഞാൻ ലൈഫിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഫ്രീഡം, ക്രിയേറ്റിവിറ്റി, അതേപോലെ ഒതൻറ്റിസിറ്റി, ലോയൽറ്റി, കണ്ടിന്യൂസ് ലേണിംഗ്, ടേക്കിംഗ് കെയർ ഓഫ് മൈ ഫാമിലി, ഇമ്പാക്റ്റ്, അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യുമ്പോൾ എൻ്റെ ഈ വാല്യൂസ് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഞാൻ കരിയർ അല്ലെങ്കിൽ ലൈഫൊക്കെ ബിൽഡ് ചെയ്യേണ്ടത്. നമ്മളുടെ വാല്യൂസിന് മാച്ച് ആവാത്ത രീതിയിലുള്ള ഗോൾസൊക്കെ നമ്മൾ ചേസ് ചെയ്യാൻ നിന്നാൽ അവിടെ ഭയങ്കര കോൺഫ്ലിക്ട്സ് വരാനായിട്ട് തുടങ്ങും. ഇമാജിൻ ഫ്രീഡത്തിന് ഭയങ്കര വാല്യൂ ചെയ്യുന്ന ഒരാൾ കാലാകാലം ഒരു 9 to 5 ജോബിലിരുന്നാൽ ദെൻ ആ ജോലി എന്ന് പറയുന്നത് ആൾക്കൊരു പ്രിസൺ പോലെ ആയിരിക്കും, ഒരു ജയിൽ പോലെയാവും. ക്രിയേറ്റിവിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ ഡെയിലി പോയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ സെയിം അവസ്ഥ തന്നെയായിരിക്കും. ചിലപ്പോൾ നല്ല പൈസ ഉണ്ടാവും, നല്ലൊരു ജോബ് ടൈറ്റിലൊക്കെ ഉണ്ടാവും, ബട്ട് ഉള്ളിൽ ഒരു എംപ്റ്റി ഫീലിംഗ് ആയിരിക്കും. കാരണം അവർ അവരുടെ നേച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ഷൻ എടുക്കുന്നത്. സോ നമ്മുടെ ലൈഫ് അലൈൻ ചെയ്യേണ്ടത് നമ്മളുടെ വാല്യൂസ് ആയിട്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റുള്ളവരുമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് അവരെ പോലെ ആവണം അതിന് ശ്രമിക്കുമ്പോൾ നമ്മൾ ഫെയിലായി പോകുന്നത്. ബിക്കോസ് അവരുടെ വാല്യൂസും നിങ്ങളുടെ വാല്യൂസും മാച്ച് ആവുന്നുണ്ടാവില്ല. സോ നിങ്ങളുടെ വാല്യൂസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഇനി എങ്ങനെ കണ്ടെത്തണം എന്ന് ചോദിച്ചാൽ 2 മെത്തേഡ്സ് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാസ്റ്റിലോട്ടൊന്ന് പോവുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടായത്, ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടായത്, ഇനിയും അങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ വേണം എന്ന് തോന്നിയിട്ടുള്ളത്? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ എന്തൊക്കെയാണ് നിങ്ങളെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആക്കിയത്, നിങ്ങൾക്കൊട്ടും എഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയാസ് കിട്ടും. രണ്ടാമത്തെ മെത്തേഡ്, ഇപ്പോൾ നമ്മളുടെ വാല്യൂസ് ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും പറയാൻ കിട്ടി എന്ന് വരില്ല. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. സോ ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ അല്ലേ, അതേപോലെ വാല്യൂസ് ബാങ്ക്. ഇതിൽ കുറേ വാല്യൂസ് ഉണ്ടാവും. അത് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന വേർഡ്സ് അല്ലെങ്കിൽ വാല്യൂസ്, നിങ്ങളുമായിട്ട് മാച്ച് ആവുന്ന വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു 5 to 10 വാല്യൂസ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനൊന്ന് റാങ്ക് ചെയ്യാം. ലൈക്ക് ഈ 10 വാല്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഏതാണ്? അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് റാങ്കിങ് കൂടി ചെയ്താൽ യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി ഓൺ ദിസ്. സോ ഏതൊക്കെയാണ് നിങ്ങളുടെ വാല്യൂസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ, സോ ദാറ്റ് വി ക്യാൻ സീ എ ഡിഫറെൻറ്റ് കളക്ഷൻസ് ഓഫ് വാല്യൂസ്. സോ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് പോസ് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക, ദെൻ കം ബാക്ക്. ഓൾവേസ് റിമെമ്പർ, ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ. എന്നാലേ നെക്സ്റ്റ് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ ഡു ഇറ്റ്.
ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. നെക്സ്റ്റ് പറയുന്ന കാര്യമാണ് ഐഡൻറ്റിറ്റി. യെസ്, എല്ലാ ആളുകളും തന്നോട് തന്നെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സെൻറ്റൻസസ് ഉണ്ടാവും. ലൈക്ക് ഞാൻ ഭയങ്കര ഷൈ ആണ്, ഞാനൊരു ഭാഗ്യമില്ലാത്ത ആളാണ്, ഞാനൊരു ലീഡർ ഒന്നുമല്ല, ഐ ആം ജസ്റ്റ് ആവറേജ്, ഐ ആം നോട്ട് സ്മാർട്ട്. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സത്യമാണ് എന്ന് തോന്നാം, ബട്ട് മിക്കതും സത്യം ആയിരിക്കില്ല. ദേ ആർ ജസ്റ്റ് സ്റ്റോറീസ്. പല തവണയായി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥകൾ മാത്രം. ആൻഡ് പതുക്കെ പതുക്കെ അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നു. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങളെ മടിയ എന്ന് വിളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരൻ നിങ്ങളൊരു കഴിവില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു എക്സാമിൽ ഫെയിലായിട്ടുണ്ടാവും, ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. ആൻഡ് ഈ മൊമെൻറ്റ്സ് ഒക്കെ ഒരു ലേബലായിട്ട് മാറിയിട്ടുണ്ടാവും. എവിടെ പോയാലും നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ലേബൽ. ആൻഡ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ആളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ദെൻ നിങ്ങളുടെ ഓരോ കോൺവെർസേഷനും ഓരോ ഇൻറ്ററാക്ഷൻസും ഓക്വേർഡ് ആവുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ മിസ്റ്റേക്സിൽ മാത്രമേ നിങ്ങൾ നോട്ടീസ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരു ഫിൽറ്റർ പോലെയാവും. അതായത് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കും, ബാക്കിയൊന്നും മൈൻഡ് ആക്കുന്നേ ഉണ്ടാവില്ല. ഫെയിലായ കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കും, സക്സസ് ആയതൊന്നും മനസ്സിലുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. സോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില വിശ്വാസങ്ങൾ ഉണ്ടാവും, ചില ലേബലുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു മസ്റ്റ് അവോയ്ഡ് ഇറ്റ്. അതൊക്കെ എടുത്ത് പുറത്തിടണം. എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സ്പേസ് കൊടുക്കുന്നത്? ജസ്റ്റ് ത്രോ ഇറ്റ് ഔട്ട്. ബട്ട് ഹൗ? എങ്ങനെ? സിമ്പിളാണ്. ഒന്ന്, അവെയർ ആവുക. നിങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ലേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊന്ന് കണ്ടുപിടിക്കുക. അതുപോലെ ഇനി ഇങ്ങനെ തോട്ട്സ് വരുമ്പോൾ സ്വയം പറയാം, ഇതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്, അല്ലാതെ സത്യം അല്ല. രണ്ട്, നിങ്ങളുടെ ഈ നെഗറ്റീവ് ലേബിൾസിലെ അത് റോങ് ആണ്, അത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ചെയ്യുന്നുണ്ടാവും. ഫൈൻഡ് ഇറ്റ്. നിങ്ങൾ സ്വയം മടിയനാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത മൊമെൻറ്റ്സ് ഉണ്ടാവും. തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ മൂന്ന്, നിങ്ങളൊരു ഫ്രണ്ടിന് ഈ സെയിം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ എന്താവും അവരോട് പറയാം? ഈ പറഞ്ഞത് ശരിയാണ്, നീ ഒരു തോൽവിയാണ് എന്നൊക്കെ പറയുമോ? ഇല്ല. നിങ്ങൾ അവരെ തിരുത്തും, നിങ്ങൾ അവരെ എൻകറേജ് ചെയ്യും, ആ ബാഡ് തോട്ട്സിൽ നിന്നും പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ അതേപോലെ നിങ്ങളെ തന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യുക, ഒരു തേർഡ് പേഴ്സണായിട്ട് നോക്കിക്കാണുക. ദെൻ യു വിൽ നോ വാട്ട് ടു ഡു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ്. നിങ്ങളുടെ ബാല്യകാലത്തേക്കൊന്ന് പോവാം. ഈ മാർക്കും പാരൻസിൻ്റെയും സൊസൈറ്റീൻ്റെയും ഒക്കെ എക്സ്പെക്റ്റേഷൻസും കമ്പാരിസണും ഇതൊന്നും ഇല്ലാത്ത ഒരു ടൈമിലേക്ക് നിങ്ങളൊന്ന് പോവാം. ആ സമയത്ത് നിങ്ങൾക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റിയിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? ലൈക്ക് ചിത്രം വരയ്ക്കുക, വായിക്കുക, എഴുതുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, സംസാരിക്കുക, ലീഡ് ചെയ്യുക, ദെൻ ബിൽഡ് ചെയ്യുക, ലിസൺ ചെയ്യുക, എക്സെട്ര. നമുക്കെല്ലാവർക്കും നാച്ചുറലി ചില കാര്യങ്ങൾക്ക് ഭയങ്കര കഴിവായിരിക്കും, നല്ല ടാലൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പലപ്പോഴും നമുക്ക് കഴിവില്ലാത്ത കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് കൊടുക്കുക, ഒബ്സസ്ഡ് ആവുക. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ എല്ലാവരും ജീനിയസാണ്, പക്ഷേ മരത്തിൽ കയറാനുള്ള കഴിവ് വെച്ചിട്ട് ഒരു മീനിനെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ആ മീന് ലൈഫ് ലോങ് ഒരു കഴിവില്ലാത്തവനായിട്ട് വിശ്വസിച്ച് ജീവിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ പകരം വീക്ക്നെസ്സുകളെ ഫിക്സ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പിന്നെ നിങ്ങളും ഒരു കഴിവില്ലാത്ത ആളാണ് എന്ന് സ്വയം വിശ്വസിക്കാനായിട്ട് തുടങ്ങും. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ നാച്ചുറൽ സ്ട്രെങ്ത്സ് എന്ന് കണ്ടുപിടിക്കുക ആൻഡ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാം. സോ ഇന്ന് രാത്രി 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകണം, എഴുതണം. ഓവർ തിങ്ക് ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡു ഐ ഫീൽ മോസ്റ്റ് അലൈവ്? അതായത് നിങ്ങൾക്കൊരു ജീവനുള്ള പോലെ, മീൻസ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഡു ഐ ഡീപ്ലി അഡ്മയർ ആൻഡ് വൈ? ഞാൻ എങ്ങനത്തെ ആളുകളെയാണ് വളരെ ആഴത്തിൽ ആരാധിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ട്? ആൻഡ് ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് നോബഡി ജഡ്ജ്ഡ് മീ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് വുഡ് ഐ ചൂസ്? എന്നെ ആരും ജഡ്ജ് ചെയ്യുമായിരുന്നിട്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കും ചൂസ് ചെയ്യുക? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം നിങ്ങളിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നതാണ്. ആൻഡ് സംടൈംസ് ദാറ്റ്സ് എക്സാക്ട്ലി വേർ പേർപ്പസ് ബിഗിൻസ്. സോ ഇതിനുള്ള ആൻസർ ഇന്ന് രാത്രി തന്നെ എഴുതി വയ്ക്കാം കേട്ടോ. അതിന് നാളത്തേക്ക് നിങ്ങൾ മാറ്റി വയ്ക്കാൻ നിൽക്കണ്ട. സോ യെസ്, ഐ ഹോപ്പ് ദിസ് എപ്പിസോഡ് ഹാസ് ഹെൽപ്ഡ് യു. ആൻഡ് ഇപ്പോൾ നിങ്ങളൊരു ചോദ്യത്തിൽ എത്തി നിൽക്കുന്നുണ്ടാവും, എനിക്ക് എങ്ങനെയുള്ള ഒരു ലൈഫാണ് ശരിക്കും വേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഡു യു ആക്ച്വലി വാണ്ട്? ബിക്കോസ് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്, വാല്യൂസ്, ഐഡൻറ്റിറ്റി ആൻഡ് യുവർ സ്ട്രെങ്ത്സ്. സോ നെക്സ്റ്റ്
എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് എങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങൾ ശരിക്കും ബിൽഡ് ചെയ്യേണ്ടത് എന്നാണ്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എപ്പിസോഡായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്.